ജയവാൻ നീ തന്നെ ഭരിച്ചു വാഴുവാൻ എഴുന്നള്ളേണമേ ഈ നേരമേ. ദൈവനാമ മഹത്വപ്പെടുമാറാകട്ടെ. ഈ ഏറ്റവും അനുഗ്രഹം നിറഞ്ഞ പ്രഭാത ആരാധനയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ദൈവം ആത്മാവാകുന്നു. അവിടത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഉന്നതനും മഹാപരിശുദ്ധനുമായ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ സാന്നിധ്യം അടിയങ്ങളുടെ മേൽ നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് സ്തോത്രം. അങ്ങയോടും അങ്ങയുടെ പ്രിയ മക്കളോടും കൂടെ കൂട്ടായ്മ ആചരിപ്പാൻ ഈ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതുകൊണ്ട് സ്തുതിക്കുന്നു. അടിയങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഓരോരുത്തരും ആത്മാവിലും സത്യത്തിലും അങ്ങേ ആരാധിപ്പാൻ സഹായിക്കണമേ. ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും പെന്തക്കോസ്തിൻ്റെയും അനുഭവം ഈ ആരാധനയിലുടനീളം നിറനിൽപ്പാൻ പരിശുദ്ധ പിതാവേയും അവിടുത്തെ കൃപ കൊണ്ട് നിറയ്ക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കൃപയോടെ കേൾക്കണം പിതാവേ, ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാട്ടുപുസ്തകത്തിൽ 109 ഗീതം പാടി ദൈവത്തെ ആരാധിക്കാം. അതിരാവിലെ യേശുവേ നിന്റെ പാദത്തിൽ ഞാൻ വന്നെത്തുമ്പോൾ എന്നാരംഭിക്കുന്നു 109 ഗീതം. അതിരാവിലെ യേശുവേ നിന്റെ പാദത്തിൽ ഞാൻ വന്നെത്തുമ്പോൾ എന്നെ നീ ചേർത്തു രക്ഷിച്ചിടുക എൻ്റെ നാഥനെ ഈശനെ. എന്നെ നീ ചേർത്തു രക്ഷിച്ചിടുക എൻ്റെ നാഥനെ ഈശനെ. പൂർവപിതാവാം അബ്രഹാം മോദം രാവിലെ ദൈവസന്നിധോ വാണപോലിന്നു തുൽപ്രിയം തന്നു വാണിടാൻ കൃപ നൽകുകേ. വാണപോലിന്നു തുൽപ്രിയം തന്നു വാണിടാൻ കൃപ നൽകുകേ. യാക്കോബും അതിരാവിലെ നിന്നെ നീക്കമില്ലാതെ വന്നിച്ചു. പെനിയേലിൽ വച്ചവൻ ദൈവ അനുഗ്രഹങ്ങൾ പ്രാപിച്ചപ്പോൾ. പെനിയേലിൽ വച്ചവൻ ദൈവ അനുഗ്രഹങ്ങൾ പ്രാപിച്ചപ്പോൾ. സീനായി മല തന്നിൽ ചെന്നുടൻ ദൈവദർശനം ചെയ്യുവാൻ ബദ്ധപ്പെട്ടോടി രാവിലെ മോശ ഓർക്കുമോ എൻ്റെ ആത്മാവേ. ബദ്ധപ്പെട്ടോടി രാവിലെ മോശ ഓർക്കുമോ എൻ്റെ ആത്മാവേ. ഇസ്രായേലരെ യോശുവ ഭക്തൻ യോർദാനാറു കടത്തുവാൻ രാവിലോടിടും കാഴ്ച കാണുക കാണി നേരമെന്നാത്മാവേ. രാവിലോടിടും കാഴ്ച കാണുക കാണി നേരമെന്നാത്മാവേ. ദൈവപുത്രനാമേശുരക്ഷകനാദിരാവിലെ ഉണർന്നു. നിർജ്ജന സ്ഥലെ
പ്രാർത്ഥിപ്പാൻ പോയി കണ്ടുണരുക ആത്മാവേ. നിർജ്ജന സ്ഥലേ പ്രാർത്ഥിപ്പാൻ പോയി കണ്ടുണരുക ആത്മാവേ. ആത്മാവേ നീയും ചിന്തിച്ചീക്ഷണം ഒന്നു തീരുമാനിക്കുക. യേശുവേ നിന്നെ രാവിലെ എന്നും എതിരേൽക്കുമുണർന്നു ഞാൻ. യേശുവേ നിന്നെ രാവിലെ എന്നും എതിരേൽക്കുമുണർന്നു ഞാൻ. അതിരാവിലെ യേശുവേ നിന്റെ പാദത്തിൽ ഞാൻ വന്നെത്തുമ്പോൾ എന്നെ നീ ചേർത്തു രക്ഷിച്ചിടുക എൻ്റെ നാഥനെ ഈശനേ. എന്നെ നീ ചേർത്തു രക്ഷിച്ചിടുക എൻ്റെ നാഥനെ ഈശനേ. നമുക്ക് വീണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തുതിലിത്താനുകൾ 3-ാം ഭാഗം, ആരാധനക്രമം 5-ാം പുറം. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും അവിടുത്തെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, അങ്ങയ്ക്ക് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൻ്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ബലവാനാ ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ കർത്താവേ, അടിയങ്ങളുടെ മേൽ അനുഗ്രഹം പകരണമേ. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ബലവാനാ ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ബലവാനാ ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, അടിയങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപ തോന്നി അടിയങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് അടിയങ്ങളെ അനുഗ്രഹിക്കണമേ. സൃഷ്ടാവാ ദൈവമേ, അങ്ങേക്ക് സ്തുതി. പാപികളായ അടിയരോട് കൃപ ചെയ്യുന്ന മശിഹാ രാജാവേ, അങ്ങേക്ക് സ്തുതി. ആമേൻ. കർത്താവിൽ പ്രിയരെ, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിലില്ലാതെയായി. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവിടെ നിന്ന് നമ്മോട് പാപങ്ങൾ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. സർവശക്തനായ ദൈവം നമ്മോട് അരുളി ചെയ്യുന്നു, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. അനുതാപഹൃദയങ്ങളോടുകൂടെ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട നമുക്ക് നമ്മുടെ കുറവുകളെയും കുറ്റങ്ങളെയും ഏറ്റുപറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആരാധനക്രമം 10-ാം പുറത്ത് കാണുന്ന അനുതാപ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ,
വാക്കിലും പ്രവൃത്തിയിലും വിചാരത്തിലും ഞങ്ങൾ അങ്ങേക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ പൂർണ്ണ മനസ്സോട് അങ്ങേ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങളുടെ അയൽക്കാരെയും സ്നേഹിച്ചിട്ടില്ല. അടിയങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ പാപം മാറ്റി അടിയങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ സകല കുറ്റങ്ങളിൽ നിന്നും അടിയങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലും നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവിടെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വ ലോകത്തിൻ്റെയും പാപത്തിന് തന്നെ. സർവശക്തനും കാരുണ്യവാനുമായ കർത്താവ് നമ്മോട് ക്ഷമിച്ച് എല്ലാ പാപങ്ങളും മോചിച്ച് ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ആശ്വാസവും നമുക്കേവർക്കും നൽകുമാറാകട്ടെ. ആമേൻ. കർത്താവ് കരുണയോടെ നമ്മെ കാക്കുന്നു. അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നെല്ലാം നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. പകർച്ചവ്യാധിയുടെ ഭീതിയിൽ കൂടെ നാം നീങ്ങുമ്പോൾ ദൈവത്തിൻ്റെ കരുതലും കൃപയും നമ്മോട് കൂടെയുണ്ട്. അളവറ്റ ദൈവകൃപ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമുക്കെല്ലാവർക്കും സർവശക്തന ദൈവത്തിന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ആരാധനക്രമം 14 പുറത്ത് കാണുന്ന പൊതുവായ സ്തോത്ര പ്രാർത്ഥനയിലൂടെ നമുക്കെല്ലാവർക്കും ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സർവശക്തിയുള്ള ദൈവമേ, മഹാകരുണയുള്ള പിതാവേ, അങ്ങയുടെ അയോഗ്യദാസരായ ഞങ്ങളോടും സകല മനുഷ്യരോടും അങ്ങേക്കുള്ള സകല കരുതലുകൾക്കായും മാർദ്ദതയ്ക്കായും ഞങ്ങൾ അങ്ങേക്ക് മഹാവിനയവും മനഃപൂർവമായ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്കായും എല്ലാറ്റിനുമേലായി ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം ലോകത്തെ വീണ്ടെടുത്ത് അവിടുത്തെ വിലമിച്ചുകൂടാത്ത സ്നേഹത്തിനായും ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. അങ്ങ് നൽകിയ കൃപാ വഴികൾക്ക് വേണ്ടിയും മഹത്വത്തിൻ്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ കളങ്കമില്ലാതെ നന്ദിയുള്ളവയാ തീരേണ്ടതിനും അങ്ങേ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും അങ്ങയുടെ മുൻപാകെ നടക്കേണ്ടതിനും അങ്ങനെ ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ ജീവിതം കൊണ്ടും അവിടുത്തെ സ്തുതി പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും അവിടുത്തെ സകല കരുണകളെയും കുറിച്ചുള്ള ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. വിശുദ്ധ തിരുവചന വേദഭാഗങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിൻ. പഴയ നിയമഭാഗത്തു നിന്നും യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37 അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. 825 പേജ്. യെഹെസ്കേൽ 37 അധ്യായം 1 മുതൽ 14 വരെ. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്ന് യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നടുവിൽ നിർത്തി. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവരുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു. അവ ഏറ്റവും ഉണങ്ങിയിരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ എന്നോട് കൽപ്പിച്ചത്,
നീ ഈ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പിൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ ത്വക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പമുണ്ടായി. അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു. പിന്നെ ഞാൻ നോക്കി, അവരുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ ത്വക്ക് പൊതിഞ്ഞതും കണ്ടു. എന്നാൽ ശ്വാസം അവയിൽ ഇല്ലാതെ ഇരുന്നു. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്കാം. മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് നിങ്ങളുടെ മേൽ ഊതുക, അവരുടെ മേൽ ഊതുക. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു. അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയും ആകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് അവർ പറയുന്നു. ലേഖന പാഠഭാഗമായി അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 1 മുതലുള്ള ചില വാക്യങ്ങളും വായിക്കുന്നു. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 1 മുതലുള്ള ചില വാക്യങ്ങൾ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അന്ന് ആകാശത്തിനു കീഴുള്ള സകല ജാതികളിൽ നിന്നും യെരൂശലേമിൽ വന്നു പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാർ ഉണ്ടായിരുന്നു. ഈ മുഴക്കം ഉണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി. ഓരോരുത്തൻ താന്താൻ്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്ന് പോയി. എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലക്കാർ അല്ലയോ? പിന്നെ നാം ഓരോരുത്തൻ ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ? പർത്തരും മേദ്യരും ഏലാമ്യരും മെസൊപ്പൊത്താമിയയിലും യഹൂദ്യയിലും കപ്പദോക്യയിലും പൊന്തോസിലും ആസിയിലും പുർഗയിലും പംഫുല്യയിലും മിസ്രയീമിലും കുറേനിക്ക് ചേർന്ന ലിബിയ പ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമയിൽ നിന്ന് വന്ന് പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദാ മതാനുസാരികളും ക്രേത്യരും അറബിക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ പ്രസ്താവി കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. എല്ലാവരും കേട്ട് ചഞ്ചലിച്ചു. ഇത് എന്തായിരിക്കും എന്ന് തമ്മിൽ പറഞ്ഞു. ഇവർ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നു എന്ന് മറ്റു ചിലർ പരിഹസിച്ച് പറഞ്ഞു. സുവിശേഷ ഭാഗത്തു നിന്നും യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ കേൾപ്പിൻ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും. അത്രയുമല്ല,
നിങ്ങളെ കൊല്ലുന്നവനെല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. അവർ പിതാവിനെയും എന്നെയും അറിയായതുകൊണ്ട് ഇങ്ങനെ ചെയ്യും. അതിൻ്റെ നാഴിക വരുമ്പോൾ ഞാൻ അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ആകയാൽ ഇത് നിങ്ങളോട് പറഞ്ഞത് ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കൊണ്ടത്രേ. ഇപ്പോഴോ ഞാൻ എന്നെ അയച്ചവൻ്റെ അടുക്കൽ പോകുന്നു. നീ എവിടെ പോകുന്നു എന്ന് നിങ്ങൾ ആരും എന്നോട് ചോദിക്കുന്നില്ല. എങ്കിലും ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ദുഃഖം നിറഞ്ഞിരിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. നാം വായിച്ചു കേട്ടത് വിശുദ്ധ തിരുവെഴുത്ത്. ഈ സത്യവചനം നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി തീരുമാറാകട്ടെ. ആമേൻ. തിരുവചനം വായിച്ചു കേട്ട നമുക്ക് അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിൻ്റെ വാക്കുകളിലൂടെ നമ്മുടെ വിശ്വാസം സ്വീകരിച്ചു പറയാം. ആരാധനക്രമം 22 പുറം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകമറി ഉൽപ്പാദിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പിലാത്തോസിന് കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിക്കാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യ ജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. എല്ലാവരും കണ്ണുകളടച്ച് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയമാണ്. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ അനിവാര്യതയുള്ളതാണ്. പ്രാർത്ഥന കേൾക്കുന്ന മഹാപരിശുദ്ധന ദൈവം നമ്മോട് കൂടെയുണ്ട്. എന്ത് പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആലോചന പറഞ്ഞു തരുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളിലുണ്ട്. അതുകൊണ്ട് ഈ കർത്തൃ ദിവസത്തിൽ എല്ലാവർക്കും മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വസിക്കുന്നതിനായുള്ളവേ, ഞങ്ങളുടെ കണ്ണുകളെ അവിടുത്തെ മുഖത്തേക്ക് നോക്കുന്നു. ദാസന്മാരുടെ കണ്ണ് യജമാൻ്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കെന്ന പോലെ കൃപ ചെയ്യുവോളം അടിയങ്ങളിതാ അങ്ങേ നോക്കിക്കൊണ്ടിരിക്കുന്നു. കർത്താവെ, മനസ്സലിയണമേ. ഞങ്ങളുടെ വേദനകളെ കാണണമേ. അടിയങ്ങളെ ശക്തീകരിക്കണമേ. അവിടെ നിന്ന് രൂപാന്തരപ്പെടുത്തണമേ. ഈ ആരാധനയിലൂടെ അങ്ങ് മഹത്വപ്പെടുത്തുന്ന സർവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അവർ എവിടെ ആയിരുന്നാലും അങ്ങയുടെ മക്കളുടെ മേൽ പരിശുദ്ധാത്മാവിനെ പകരണമേ. പാപങ്ങളെ ക്ഷമിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ശക്തീകരണം പ്രാപിച്ചുകൊണ്ട് സാക്ഷ്യത്തോടും സമർപ്പണത്തോടും കൂടെ ആയിരിക്കാൻ സഹായിക്കണമേ. കർത്താവെ, കോവിഡ് എന്ന പകർച്ചവ്യാധിയുടെ പിടിയിൽപ്പെട്ട് ധാരാളം പേര് ആശുപത്രിയിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു. പല ആളുകളും ഭവനങ്ങളിൽ നിരീക്ഷണങ്ങളിൽ കഴിയുന്നു. പലർക്കും പലതരത്തിലുള്ള പ്രതിസന്ധികളുണ്ട്. ആശങ്കകളും ആകുലതകളും നിറഞ്ഞ അവസ്ഥയിൽ അങ്ങയുടെ മക്കൾ ഓരോരുത്തരുമായിരിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്നെ ശക്തീകരിക്കും.
ഞാൻ നിന്നെ സഹായിക്കുമെന്ന് കൽപ്പിച്ച കർത്താവേ, എല്ലാവരുടെ മേലും അവിടുത്തെ കൃപ പകരണമേ. രോഗാവസ്ഥയിലുള്ളവർക്ക് സൗഖ്യം കൊടുക്കണമേ. പരിചരിക്കുന്നവരെ അവിടെ നിന്ന് സഹായിക്കണമേ. ഒറ്റപ്പോട്ട് പോയവരെ അവിടുത്തെ തൃക്കരങ്ങളിൽ താങ്ങിക്കൊള്ളണമേ. രോഗാവസ്ഥയിലുള്ളവരെ പരിചരിക്കുന്ന മെഡിക്കൽ ടീമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡോക്ടേഴ്സായി, നേഴ്സസായി, ഹെൽത്ത് വർക്കേഴ്സായി, ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരായി, അവിടുത്തെ സൗഖ്യദായക ശുശ്രൂഷയിൽ സഹായിക്കുന്ന സർവരെയും അനുഗ്രഹിക്കണമേ. വളരെ ത്യാഗത്തോടെ അങ്ങയുടെ മക്കൾ ചെയ്തു വരുന്ന എല്ലാ ശുശ്രൂഷകൾക്കായിട്ടും സ്തോത്രം. അവിടുത്തെ പ്രതിരോധ ശക്തി കൊണ്ട് അങ്ങയുടെ മക്കളെ നിറയ്ക്കണമേ. വളരെ ആത്മാർത്ഥയോടുകൂടെ ജോലി ചെയ്യുന്ന അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരങ്ങളിൽ കർത്താവ് കാക്കണമേ. വളരെ ത്യാഗത്തോടെ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ, വെയിലെന്നോ മഴയോ എന്നോ വ്യത്യാസമില്ലാതെ ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന പോലീസ് സേനാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കണമേ. മറ്റു സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഭരണാധികാരികളെയും നേതൃത്വം നൽകുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നെല്ലിക്കാക്കുടി റസാലം മെമ്മോറിയൽ സഭയിലെ എല്ലാ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ ആരാധന പങ്കെടുക്കുന്നവരും വിദേശങ്ങളിലൊക്കെ ആയിരിക്കുന്ന ഞങ്ങളുടെ മക്കളുണ്ട്. യാതൊരു അനർത്ഥവും അങ്ങയുടെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ വണ്ണം, യാതൊരു ബാധയും അങ്ങയുടെ മക്കളുടെ കൂടാരത്തിന്മേൽ എടുക്കാതെ വണ്ണം അവിടുത്തെ മാലാകമാരെ കൊണ്ട് കാത്തു സൂക്ഷിച്ചുകൊള്ളണമേ. സഭയിൽ ചെറുതും വലുതുമായ ശുശ്രൂഷകൾ സമർപ്പിക്കുന്ന സർവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ദക്ഷിണ കേരള മഹാ ഇടവയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അഭിവന്യ തിരുമേനിക്കായ കുടുംബത്തിനായി, വൈദികർക്കായി, സഭാ ശുശ്രൂഷകർക്കായ കുടുംബങ്ങൾക്കായി, മിഷണറി പ്രവർത്തനം നടത്തുന്ന മിഷണറിമാർക്കായുടെ കുടുംബങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ മേലും ദൈവകൃപ പകരണമേ. പ്രത്യേകിച്ചും വടക്കേ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന മിഷണറിമാരെ ചിലർക്ക് കോവിഡ് എന്ന രോഗം ബാധിച്ച് ചികിത്സയിലാണല്ലോ, ചിലർ ആശുപത്രിയിലാണല്ലോ. കർത്താവെ, അങ്ങയുടെ മക്കളോടും കൃപയുണ്ടാകണമേ, മനസ്സലിയണമേ. എല്ലാവരുടെ മേലും അവിടുത്തെ ആത്മാവിനെ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കർത്തൃ ദിവസം ഞങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെ ദിവസമാക്കി നൽകണമേ. ആദിമ സഭയുടെ മേൽ പരിശുദ്ധാത്മാവിനെ പകർന്ന കർത്താവ് ഞങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ച് ശക്തീകരിച്ച് സഹായിച്ച് ബലപ്പെടുത്തണമേ. അവിടുത്തെ വരവിന് വേണ്ടി ഞങ്ങൾ ഓരോരുത്തരെയും ഒരുക്കണമേ. വിശ്വാസത്തിൽ പതറിപ്പോകാതെ പൂർണ്ണമായ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രത്യാശയോടുകൂടെ ഞങ്ങളേവരും ആയിരിക്കാൻ കൃപ ചെയ്യണമേ. പകർച്ചവ്യാധി മാത്രമല്ല, കടുത്ത മഴയുടെ പ്രയാസങ്ങളിൽപ്പെട്ട് കഷ്ടപ്പെടുന്നവരെയും ഞങ്ങളുടെ കരങ്ങൾ തരുന്നു. പ്രത്യേകിച്ചും കടലോരങ്ങളിൽ പാർക്കുന്നവരെയും നദീതീരങ്ങളിൽ പാർക്കുന്ന ഞങ്ങളുടെ മക്കളെയും അനുഗ്രഹിക്കണമേ. അവിടുത്തെ കൃപ പകരണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ, ആമേൻ. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരു ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങൾ കടക്കാർ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പരീക്ഷക്കെടുത്ത ദുഷ്ടങ്ങൾ ഞങ്ങൾ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലാകുന്നു. ആമേൻ. തുടർന്ന് തിരുവചനം കേൾക്കാൻ പോവുകയാണ്. അതിൻ്റെ ഒരുക്കത്തിനായി 60-ാമത്തെ ഗീതം ഗായക സംഘത്തോട് ചേർന്ന് നമുക്ക് പാടാം. ആത്മാവെ വന്ന് എൻ്റെ മേൽ നീ ഉദിക്കണമേ എന്നാരംഭിക്കുന്നു 60-ാമത്തെ ഗീതം. ആത്മാവേ വന്നു എൻ്റെ മേൽ നീ ഉദിക്കണമേ. എൻ ശീതമുള്ള മനസ്സിൽ നിൻ സ്നേഹം വരട്ടെ. ലൗകിക സ്നേഹം വർദ്ധിച്ചു ഞാൻ ക്ഷീണനായി വന്നു. നിന്റെ വരദാനം തരാഞ്ഞാൽ ഞാൻ തീരെ നശിച്ചു.
ചാകുന്നു എൻ സ്നേഹമേവിടെ. കർത്താവ് പൂർണ്ണ ഗുണവാൻ, ഞാൻ പാപിയെന്നത്രേ. എൻ യേശുവിന്റെ സ്നേഹത്തെ എന്നുള്ളിൽ കത്തിച്ചാൽ ഞാൻ തൃപ്തനായി. ശുദ്ധാത്മാവേ നീ വാഴ്ത്തപ്പെടുക. തിരുവചന കേൾവിക്കായി നമ്മുടെ കണ്ണുകൾ അടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ അടിയങ്ങളെ ശക്തീകരിക്കുകയും സഹായിക്കുകയും സാന്ത്വനപ്പെടുത്തുകയും രൂപാന്തരപ്പെടുത്തുകയും സൗഖ്യമാക്കുകയും ചെയ്യുന്ന സർവശക്തന പിതാവേ, അവിടുത്തെ പാദവിടർത്തിരുന്നു കൊണ്ട് ഈ കർത്തൃ ദിവസത്തിൽ ദിവ്യമായ വചനങ്ങളെ ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവവചനം ഞങ്ങൾ കേൾക്കുന്നതിലൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരവും രൂപീകരണവും ഉണ്ടാകുവാൻ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ഏറ്റവും ശ്രേഷ്ഠകരമായ ആരാധനയിലൂടെ നടത്തുന്ന തിരുവചന കേൾവിക്കായി നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. സഭാ കലണ്ടർ അനുസരിച്ച് ഇന്നത്തെ ദിവസം പെന്തക്കോസ്ത് ഞായറാഴ്ചയാണ്. ആയതിനാൽ പരിശുദ്ധാത്മാവെ വന്ന് അടിയങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ എന്നാണ് ഇന്ന് പ്രധാനമായും ധ്യാന വിഷയമാക്കിയിരിക്കുന്നത്. കം ഹോളി സ്പിരിറ്റ് റിന്യൂ അസ്. പരിശുദ്ധാത്മാവെ വന്ന് അടിയങ്ങളെ ഓരോരുത്തരെയും രൂപാന്തരപ്പെടുത്തണമേ എന്ന്. 30 വർഷങ്ങൾക്ക് മുൻപ് 1991 ഫെബ്രുവരിയിൽ ആസ്ട്രിയയിൽ കാൻബറയിൽ വെച്ച് നടത്തിയ അഖിലലോക സഭാ കൗൺസിലിൽ പ്രധാനപ്പെട്ട ചിന്താവിഷയമായിരുന്നത് പരിശുദ്ധാത്മാവെ വന്ന് സകല സൃഷ്ടിയെയും പുതുതാക്കണമേ എന്നാണ്. കം ഹോളി സ്പിരിറ്റ് ആൻഡ് റിന്യൂ ദ ഹോൾ ക്രിയേഷൻ. ലോകം മുഴുവനും COVID-19 എന്ന മഹാമാരി മാനവരാശി ഉന്മൂലനാശം ചെയ്യുമ്പോൾ ശാസ്ത്രലോകം തികച്ചും പകച്ചു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ചിന്തിക്കാൻ, പഠിക്കാൻ, ധ്യാനിക്കാൻ ഒക്കെ പറ്റിയ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് പരിശുദ്ധാത്മാവെ വന്ന് അടിയങ്ങളെ ഓരോരുത്തരെയും രൂപാന്തരപ്പെടുത്തണമേ എന്ന്. ഇതൊരു പ്രാർത്ഥനയാണ്, ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥന. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഉള്ളൊരുകി ഈ സാഹചര്യത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ വാചകമാണ്. ക്രിസ്തീയ സഭാവിശ്വാസികൾ മുഴുവനും ആത്മാർത്ഥയോടുകൂടെ ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ വാചകമാണ്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പരിശുദ്ധാത്മാവേ വന്ന് അടിയങ്ങളെ ഓരോരുത്തരെയും ശക്തീകരിക്കണമേ, സഹായിക്കണമേ, രൂപാന്തരപ്പെടുത്തണമേ എന്ന്. ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് ശക്തീകരിച്ച സംഭവങ്ങളാണ് സത്യവേദ പുസ്തകത്തിലൂടെ ഇന്ന് വായിച്ചു കേട്ട 3 വേദഭാഗങ്ങളിലൂടെയും നാം മനസ്സിലാക്കിയത്. പഴയ നിയമത്തിൽ നിന്നും യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 37-ാം അധ്യായം 1 മുതൽ ഉള്ള ചില വാക്യങ്ങളാണ് വായിച്ചത്. സർവശക്തനായ ദൈവം യെഹെസ്കേൽ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ ജനത്തോട് സംസാരിച്ച സത്യങ്ങളാണ് ആ വേദഭാഗത്ത് നാം വായിച്ചു കേട്ടത്. യെഹെസ്കേൽ പഴയ നിയമത്തിലെ വലിയ പ്രവാചകന്മാരുടെ പട്ടികയിൽപ്പെട്ട ഒരാളായിരുന്നു. അദ്ദേഹം ഒരു പ്രവാചകൻ മാത്രമല്ല, പുരോഹിതനുമായിരുന്നു.
ബൂസി എന്ന ഭക്തനായ മനുഷ്യൻ്റെ മകനായിരുന്നു യഹസ്കേൽ പ്രവാചകൻ. ഗോഡ് സ്ട്രെങ്തൻ എന്നാണ് യഹസ്കേൽ എന്ന വാക്കിൻ്റെ അർത്ഥം. ദൈവം ശക്തീകരിക്കുന്നു, യഹോവയായ ദൈവം ശക്തീകരിക്കുന്നു. യഹോവയായ ദൈവത്തിൻ്റെ ശക്തി തികച്ചും അനുഭവിച്ചറിഞ്ഞ പ്രബലനായ ഒരു പ്രവാചകനായിരുന്നു യഹസ്കേൽ പ്രവാചകൻ. യഹസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 37-ാം അധ്യായത്തിൽ ഉണങ്ങിയ അസ്ഥികളോടുള്ള പ്രധാനപ്പെട്ട സന്ദേശമാണ്, പ്രവചനമാണ് കേൾക്കാനായിട്ട് കഴിയുക. ഇസ്രായേലിൻ്റെ ആത്മീയ തകർച്ചയെ വ്യക്തമാക്കുന്നതാണ് വാസ്തവത്തിൽ ഉണങ്ങിയ അസ്ഥികൾ എന്നത്. യെരുശലേമിൻ്റെ തെക്കു ഭാഗത്തുള്ള ബെൻഹിന്നോം താഴ്വരയിൽ പ്രവാചകൻ നോക്കി നിൽക്കുമ്പോൾ ഉണങ്ങിയ അസ്ഥികൾ കൂട്ടി ഇട്ടിരിക്കുന്ന കാഴ്ച അദ്ദേഹം കണ്ടു. അത് തന്നെ അസ്വസ്ഥനാക്കി, ആകുലപ്പെടുത്തി. തുടർന്ന് ദൈവത്തിന് കൽപ്പനയുണ്ടായി, 4 ദിക്കിലുമുള്ള കാറ്റുകളോടുകൂടെ ഈ അസ്ഥികളിന്മേൽ വീശുവാൻ ആവശ്യപ്പെട്ടു. അതിശക്തമായ കാറ്റ് ആ സന്ദർഭത്തിൽ വീശി. ആ കാറ്റിൻ്റെ ശക്തിയാൽ ഉണങ്ങിയ അസ്ഥികൾക്ക് രൂപാന്തരമുണ്ടായി. അശക്തരായിരുന്ന അസ്ഥികൾ ഒരു വലിയ സൈന്യമായി തീർന്നു. അതുപോലെ അശക്ത അവസ്ഥയിൽ ആയിരിക്കുന്ന യഹൂദാജനം യഥാസ്ഥാനപ്പെടും. അവർക്ക് ശക്തീകരണമുണ്ടാകും, അവർക്ക് രൂപീകരണമുണ്ടാകും, രൂപാന്തരമുണ്ടാകുമെന്ന സന്ദേശമാണ് ഈ വേദഭാഗത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇവിടെ കാറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെയാണ് സൂചിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവാണ് ശക്തമായ തലത്തിൽ വീശിയത്. ആ ദൈവത്തിൻ്റെ ആത്മാവ്, റൂഹ, ദൈവാത്മാവ്, ദൈവത്തിൻ്റെ ശ്വാസം അയച്ചപ്പോൾ അസ്ഥികൾ തമ്മിൽ യോജിപ്പിക്കപ്പെട്ടു. മാംസമില്ലാതിരുന്ന അസ്ഥികളിൽ മാംസമുണ്ടായി. അത് ജീവിക്കുന്ന ശക്തീകരണമുള്ള ഒരു സൈന്യമായി തീർന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് മാത്രമല്ല, യെശയ്യാ പ്രവാചകൻ്റെ ഒരു ദർശനത്തിൽ ഇപ്രകാരമുണ്ട്: ഇസ്രായേലിന്മേൽ ദൈവത്തിൻ്റെ ആത്മാവിനെ പകർന്ന അതുല്യമായ അപാരമായ ശക്തിയാണ് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 44-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇപ്രകാരം പ്രവാചകൻ പ്രസ്താവിക്കുന്നു: പ്രിയമുള്ളവരെ, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ദാഹിച്ചിരിക്കുന്നിടത്ത് നിന്ന് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കും പകരും. നിന്റെ സന്തതിയുടെ മേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിൻ്റെ മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആവാസവും ശക്തീകരണവും ദൈവജനത്തിനുണ്ടാകുമെന്ന സന്ദേശം പഴയ നിയമ വേദഭാഗങ്ങളിലൂടെ പ്രതിപാദിച്ചിരിക്കുന്നു. കോവിഡ് എന്ന പകർച്ചവ്യാധി നിമിത്തം നാമും ഓരോരുത്തരും വാസ്തവത്തിൽ അസ്ഥിയുടെ അവസ്ഥയിലായിരിക്കുന്നു. തികച്ചും പലരും ചത്ത അവസ്ഥയിലാണ്. ദൈവാത്മാവിൻ്റെ ശക്തീകരണം നിങ്ങളുടെ മേലുണ്ട്. ദൈവാത്മാവ് നിങ്ങളെ വിട്ടുകളഞ്ഞിട്ടില്ല. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോടുകൂടെ ഉണ്ട്. ലേഖനപാഠമായി അപ്പോസ്തലന്മാരുടെ പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായമാണ് നാം വായിച്ചു കേട്ടത്. പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് ആദിമ സഭയിൽ വ്യാപരിച്ച് സഭയെ ശക്തീകരിച്ച് രൂപാന്തരപ്പെടുത്തിയത് എന്ത് എന്ന് ആ ഭാഗത്തിലൂടെ ബോധ്യപ്പെടുത്തുന്നു. ഈ സംഭവം പെന്തക്കോസ്ത് നാളിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. യഹൂദന്മാരുടെ ഒരു പ്രധാനപ്പെട്ട ആഘോഷമാണല്ലോ, പെരുന്നാളാണല്ലോ പെന്തക്കോസ്ത് പെരുന്നാൾ. പെന്തക്കോസ്ത് എന്ന വാക്കിന് 50 എന്നാണ് അർത്ഥം. വാരോത്സവമെന്നും കൊയ്ത്തോത്സവമെന്നും പേരുകൾ ഇതിനുണ്ട്. എല്ലാ പെരുന്നാളുകളും അതിന് പ്രത്യേക ചരിത്ര പശ്ചാത്തലമുണ്ട്. പെസഹ കഴിഞ്ഞതിന് ശേഷം 7 ആഴ്ചയ്ക്ക് ശേഷം വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് പെന്തക്കോസ്ത് പെരുന്നാൾ. യഹൂദന്മാരുടെ ചരിത്രത്തിൽ പെന്തക്കോസ്ത് പെരുന്നാളിൻ്റെ പ്രത്യേകത, സീനായി മലയിൽ വെച്ച് യഹോവയായ ദൈവം മോശയ്ക്ക് ന്യായപ്രമാണം നൽകി. ന്യായപ്രമാണം നൽകി ദൈവത്തിൻ്റെ ജനത്തിന് ഒരു അച്ചടക്കമുണ്ടായി, ഒരു ഡിസിപ്ലിൻ ഉണ്ടായി, ഒരു ക്രമീകരണമുണ്ടായി. അവരുടെ മേൽ ശക്തീകരണം അതിലൂടെ ഉണ്ടായി. അത് അനുസ്മരിപ്പിക്കുന്ന സംഭവമാണ്. സീനായ് പർവ്വതത്തിൽ വച്ച് ഇടിമുഴക്കമുണ്ടായി, മിന്നൽ വന്നു,
കാഹളധ്വനി എന്നിവ അനുഭവപ്പെട്ടു. ഏതാണ്ട് അതേപോലെയുള്ള അനുഭവമാണ് പെന്തക്കോസ്ത് നാളിലും സംഭവിച്ചത്. മുഴക്കമുണ്ടായി, കൊടുങ്കാറ്റു വന്നു, അഗ്നിജ്വാലയ്ക്കുള്ള നാവുകൾ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അവരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് പകർന്നു. അതിശയകരമായ അഗ്നിയാണ് അവരുടെ മേൽ വ്യാപരിച്ചത്. അഗ്നി, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി പതിച്ചവർക്കെല്ലാം ആന്തരികമായ ചൈതന്യമുണ്ടായി, രൂപാന്തരമുണ്ടായി, ശക്തീകരണമുണ്ടായി, അത്ഭുത ശക്തി അനുഭവിച്ചറിയുവാൻ പറ്റി. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ, പകർച്ചവ്യാധി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുവിൻ, മുട്ടിപ്പായി പ്രാർത്ഥിക്കുവിൻ, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിന് വേണ്ടി അപേക്ഷിപ്പിൻ. നമുക്കെല്ലാവർക്കും ഇതിനെ അതിജീവിക്കാനുള്ള ത്രാണി, ശക്തി പരിശുദ്ധാത്മാവും നൽകും. ഭയപ്പെടേണ്ട സമയമല്ല ഇപ്പോൾ. ഭീരുത്വത്തോടുകൂടെ കഴിയേണ്ട സന്ദർഭമല്ല ഇപ്പോൾ. അപ്പോസ്തലനായ പൗലോസ് പ്രസ്താവിക്കുന്ന ഇപ്രകാരമാണ്: ദൈവത്തിൻ്റെ ആത്മാവ് ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല, ശക്തിയുടെ ആത്മാവാണ്, ചൈതന്യത്തിൻ്റെ ആത്മാവാണ്, ദൈവകൃപയുടെ ആത്മാവാണ്, സുബോധത്തിൻ്റെ ആത്മാവാണ്. ആ ആത്മാവിനെ അത്രയാണ് നിങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ആത്മ വരട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സുവിശേഷ വേദഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളുമാണ് നാം വായിച്ചു കേട്ടത്. അന്ത്യരാത്രിയിൽ മാളികമുറിയിൽ വെച്ച് യേശുക്രിസ്തു നടത്തിയ പ്രഭാഷണമാണ് ആ വേദഭാഗത്ത് പ്രതിപാദിച്ചിരിക്കുന്നത്. എന്താണ് പരിശുദ്ധാത്മാവ്, എന്താണ് അവർക്ക് നൽകാൻ പോകുന്നു എന്നുള്ളത്, ആ ആത്മീയ അനുഭവത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് അവിടെ കൂടിയിരുന്ന അപ്പോസ്തലന്മാരോടുകൂടെ യേശു ഉപദേശിക്കുന്നതാണ് വേദഭാഗം. 16-ാമത്തെ 7-8 വാക്യങ്ങൾ പറഞ്ഞിരിക്കും ഇങ്ങനെയാണ്: ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ്. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കും. കാര്യസ്ഥൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇവിടെ കാര്യസ്ഥൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോഗമാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലൂടെ വ്യക്തമാക്കുന്നത്. കാര്യസ്ഥൻ എന്ന വാക്കിന് പാരക്ലീറ്റോസ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ആശ്വാസപ്രദനാണ്, കാര്യസ്ഥനാണ്, ഉപദേഷ്ടാവാണ്, വഴികാട്ടിയാണ്, സഹായി ആണ് എന്നെല്ലാം അർത്ഥമുണ്ട്. മേൽപ്പറഞ്ഞ ഈ അവസ്ഥകളെല്ലാം ഈ സാഹചര്യത്തിൽ കാര്യസ്ഥനായി, ഉപദേശകനായി, ആശ്വാസപ്രദനായി, വഴികാട്ടിയായി, സഹായിയായി നമ്മോട് കൂടെ ഉണ്ട് എന്ന് ഈ വേദഭാഗത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്ത്യ ഗവൺമെൻറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഒന്നാമത്തേതുമായ നിയമ ഉപദേഷ്ടാവാണ് അറ്റോർണി ജനറൽ. അദ്ദേഹത്തെ നിയമിക്കുന്നതും അധികാരപ്പെടുത്തുന്നതും രാഷ്ട്രപതിയാണ്. ഭരണഘടനയിലെ 76-ാം വകുപ്പ് പ്രകാരമാണ് അദ്ദേഹം ആ സ്ഥാനത്ത് നിയമിതനാകുന്നത്. ഭരണകൂടത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട അഭിഭാഷകനാണ് അറ്റോർണി ജനറൽ. സുപ്രീം കോടതിയിലെ ജഡ്ജിയാകാനുള്ള നിയമിക്കാനുള്ള എല്ലാ യോഗ്യതകളും തീർച്ചയായും അദ്ദേഹത്തിനുണ്ടായിരിക്കും. ഇന്ത്യയിലെ എല്ലാ കോടതികളിലും പാർലമെൻറ്റിലും സന്നിഹിതനാകാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും അറ്റോർണി ജനറലുണ്ട്. രാഷ്ട്രപതി ഒരു കാര്യം സുപ്രീം കോടതിയിലേക്ക് റെഫർ ചെയ്താൽ ഗവൺമെൻറ്റിനെ പ്രതിനിധാനം ചെയ്ത് സംസാരിക്കുന്നത്, ഇടപെടുന്നത് അറ്റോർണി ജനറലാണ്. ഇന്ത്യയുടെ പരമോന്നതമായ സ്ഥാനത്ത് ഇരിക്കുന്ന അറ്റോർണി ജനറലിൻ്റെ സ്ഥാനമാണ് യേശു തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവ്. യേശു നമുക്ക് നൽകിയിരിക്കുന്ന അറ്റോർണി ജനറലാണ് പരിശുദ്ധാത്മാവ്. അതാണ് പാരക്ലീറ്റോസ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മെ കാര്യസ്ഥനായി, ഉപദേശകനായി, സഹായിയായി, വഴികാട്ടിയായി സഹായിക്കുന്നവനാണ്. എന്തൊക്കെയാണ് പരിശുദ്ധാത്മാവിന് വേണ്ടി നൽകിയിരിക്കുന്ന ചുമതലകൾ എന്നുകൂടെ ഈ ആരാധനയിൽ ഓർമ്മപ്പെടുന്ന നന്നായിരിക്കും. എന്തെല്ലാമാണ് ചുമതലകൾ? നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ,
പ്രശ്നങ്ങൾ വരുമ്പോൾ വിട്ടോടിക്കളയുന്നവനായിട്ടല്ല, കൂടെ നിന്ന് ആശ്വാസപ്രദനായി സഹായിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്ത് സംസാരിക്കണം, എവിടെ പോകണമെന്നെല്ലാം സവിസ്തരം നമ്മോട് സംസാരിച്ച് ഉപദേശകനായി പ്രവർത്തിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. നമ്മുടെ ഹൃദയങ്ങൾ നൊമ്പരപ്പെട്ടിരിക്കുമ്പോൾ, ആകുലതയുടെ അവസ്ഥയിൽ കഴിയുമ്പോൾ, ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് ചിന്തിക്കാനുള്ള അസ്വസ്ഥതയിൽ നാം കഴിയുമ്പോൾ, സാന്ത്വന ചിന്തകളുമായി ധൈര്യപ്പെടുത്തി രൂപാന്തരപ്പെടുത്തുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ് കാര്യസ്ഥൻ. ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, ചെയ്യാൻ പാടില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന പാപബോധം നമ്മിൽ വരുത്തുന്ന പരിശുദ്ധാത്മാവാണ്. ഇന്നത്തെ വേദഭാഗത്തിലൂടെ നാം വായിച്ചു കേട്ടല്ലോ, പരിശുദ്ധാത്മാവ് വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തും. ഹി ഷാൽ കൺവിക്ട് യു ഓഫ് യുവർ സിൻസ്. നമ്മുടെ എല്ലാ പാപങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. നാം തെറ്റായ വഴിയിലൂടെയാണ് ചരിക്കുന്നതെന്നും അത് നമ്മെ അപകടത്തിലാക്കുമെന്നും, ഇന്ന വാക്ക് സംസാരിക്കാൻ പാടില്ല എന്നും, ഇന്ന വഴികളിലൂടെ യാത്ര ചെയ്യരുത് എന്നും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. അത് അനുതാപത്തിൻ്റെ ആത്മാവാണ്, അനുരഞ്ജനത്തിൻ്റെ ആത്മാവാണ്, ശക്തീകരണത്തിൻ്റെ ആത്മാവാണ്, രൂപാന്തരത്തിൻ്റെ ആത്മാവാണ്. അതുകൊണ്ട് ഈ പ്രഭാത ആരാധനയിലൂടെ ദൈവവചനം സംസാരിച്ച് കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് മുഴുവനും നാം കേട്ടത് ദൈവത്തിൻ്റെ ആത്മാവ് സത്യവേദപുസ്തകത്തിലൂടെ നമ്മോട് ഇന്ന് സംസാരിക്കുന്നുള്ളതാണ്. ഇന്ന് പെന്തക്കോസ്ത് ഞായറാഴ്ചയാണല്ലോ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കം ഹോളി സ്പിരിറ്റ് ആൻഡ് റിന്യൂ us. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വന്ന് പുതുക്കണമേ, രൂപാന്തരപ്പെടുത്തണമേ, രൂപീകരണത്തിലേക്ക് നയിക്കണമേ. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ, ഈ മഹാമാരി ഞങ്ങളുടെ മണ്ണിൽ നിന്ന് മാറിപ്പോകേണ്ടുന്ന ഈ സന്ദർഭത്തിൽ അതിനെങ്ങനെ അതിജീവിക്കണമെന്ന് ഞങ്ങളെ ശക്തീകരിക്കണമേ, സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നാം ഇന്ന് കേട്ട ദൈവവചന സത്യത്തോടുകൂടെ വളരെ സാമ്യമുള്ള ഒരു ഗാനം ഗായക സംഘത്തോട് ചേർന്ന് നമുക്ക് പാടാം. ഇതൊരു പ്രാർത്ഥനാ ഗാനമാണ്, അതോടൊപ്പം ഒരു സമർപ്പണ ഗാനവുമാണ്. 502 പാട്ട്. പരിശുദ്ധാത്മാവെ, ശക്തി പകർന്നിടണമേ, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവെ അങ്ങ് അറിയുന്നു. നമുക്ക് പാടാം. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ, ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ, ആദിയിലെന്ന പോലാത്മാവേ അമിത ബലം തരണേ. ആദിയിലെന്ന പോലാത്മാവേ അമിത ബലം തരണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ, സാത്താന്യ ശക്തിയെ ജയിച്ചിടുവാൻ, ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ, സാത്താന്യ ശക്തിയെ ജയിച്ചിടുവാൻ, ധീരതയോടു നിൻ വേല ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ. ധീരതയോടു നിൻ വേല ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ. പരിശുദ്ധാത്മാവേ,
ശക്തി പകർന്നിടണേ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ, വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ, വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. പിന്മഴയെ വീണ്ടും അയക്കണമേ, നിഞ്ജനമുണർന്നിടുവാൻ. പിന്മഴയെ വീണ്ടും അയക്കണമേ, നിഞ്ജനമുണർന്നിടുവാൻ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. സമർപ്പണത്തോടുകൂടെ പരിശുദ്ധാത്മാവെ വന്ന് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കും. നമുക്ക് വീണ്ടും കണ്ണുകളടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ അടിയങ്ങളെ ശക്തീകരിക്കുകയും സഹായിക്കുകയും സാന്ത്വനപ്പെടുത്തുകയും സൗഖ്യമാക്കുകയും രൂപാന്തരപ്പെടുത്തുകയും രൂപീകരണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ദൈവമേ, അശക്തരായ യഹൂദ ജനത്തിന് മുൻപാകെ യെഹെസ്കേൽ പ്രവാചകൻ്റെ സാന്നിധ്യത്തിൽ ദൈവാത്മാവിനെ പകരുകയും യഹൂദന്മാരെ അവിടെ നിന്ന് ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്തുവല്ലോ. ആദിമ സഭയിലുള്ള ആളുകൾ മുഴുവനും പ്രാർത്ഥനയോടും ദൈവഭയത്തോടും കൂടെ അടുത്ത് വന്നപ്പോൾ അവരുടെ മേൽ അങ്ങയുടെ ആത്മാവിനെ പകർന്നുവല്ലോ. കർത്താവെ, അവിടുന്ന് കാര്യസ്ഥനെ ഞങ്ങളുടെ മേൽ അയക്കുമെന്ന് മാളിക മുറിയിൽ വെച്ച് കൽപ്പിച്ച പ്രകാരം ഞങ്ങളുടെ മേലും അവിടുന്ന് അയച്ചിരിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾക്ക് നൽകുന്ന ദൈവകൃപയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. നന്മയും തിന്മയും വേർതിരിച്ചറിയാനുള്ള വിവേകം പരിശുദ്ധാത്മാവിലൂടെ നൽകുന്നുവല്ലോ. അന്ധകാരവും പ്രകാശവും തമ്മിൽ വേർതിരിക്കാനുള്ള വിവേകം പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾക്ക് നൽകുന്നുവല്ലോ. അനുതാപത്തിൻ്റെയും രൂപാന്തരത്തിൻ്റെയും രൂപീകരണത്തിൻ്റെയും അവസ്ഥകളെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ നൽകുന്നുവല്ലോ. ഞങ്ങൾ ഏത് വഴിയിലൂടെ പോകണം, ഏത് വഴിയിലൂടെ പോകരുത് എന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നുവല്ലോ. ഈ കോവിഡ് എന്ന പകർച്ചവ്യാധിയുടെ പശ്ചാത്തലത്തിൽ പ്രതിസന്ധി ഘട്ടമാണല്ലോ. കർത്താവ് കൂടെ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ സഹായിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. കർത്താവെ, സർവ്വ അങ്ങയുടെ മക്കളെയും അനുഗ്രഹിക്കണമേ. എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവിനെ പകരണമേ. എല്ലാവരുമേലുമുള്ള ദൈവവിശ്വാസം ജലിക്കുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. പകർച്ചവ്യാധിയുടെ പിടിയിൽപ്പെട്ടു പോകാതെ വണ്ണം കർത്താവ് എല്ലാവരെയും കാത്തുകൊള്ളണമേ. ഈ സന്ദർഭത്തിൽ ആരെല്ലാം എവിടെയെല്ലാം ഇരുന്ന് ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ടോ അങ്ങയുടെ മക്കളുടെ മേൽ പരിശുദ്ധാത്മാവിനെ പകർന്നുകൊണ്ട് സ്തോത്രം. കർത്താവ്, ആദിമ സഭയിലുള്ള ആളുകൾ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളും പരിശുദ്ധാത്മാവെ വന്ന് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചു ചോദിച്ചുകൊണ്ടായിരിക്കാൻ, അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ അവിടുത്തെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ കൃപ ചെയ്യണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ, ആമേൻ. കർത്താവിന് അനുഗ്രഹം കൈക്കൊള്ളുവിൻ. സമാധാനത്തോടെ ലോകത്തിലേക്ക് പുറപ്പെട്ടു പോകുവിൻ. ധൈര്യപ്പെടുവിൻ. തീയതിനെ വരത്ത് നല്ലതിനെ മുറുകെ പിടിപ്പിൻ. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ എല്ലാവർക്കും എപ്പോഴും നന്മ ചെയ്യുവിൻ. ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ. ബലഹീനരെ താങ്ങുവിൻ. കഷ്ടപ്പെടുന്നവരെ സഹായിപ്പിൻ. അതിന് പരിശുദ്ധാത്മാവിന്റെ കൃപ നമ്മുടെ മേൽ എല്ലാവരുടെ മേലും പകരപ്പെടുമാറാകട്ടെ. ആമേൻ.